ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും, പേടിക്കണ്ട. അമിത പ്രതീക്ഷകളില്ലാതെ വന്ന് ഈ സിനിമ കാണുക. ആശീർവാദ് സിനിമാസിൻ്റെ ദൃശ്യം 3 എന്ന സിനിമ ഇന്ന് തുടങ്ങുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. എല്ലാ സിനിമകൾ തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ, ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണേന്നാണ്. അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു, ഇതിനൊരു തടസ്സവും കൂടാതെ നടക്കണേ, ഇതൊരു വലിയ വിജയമായി മാറണേന്ന്. ദൃശ്യം 1, 2 മനസ്സിൽ എത്തിയ പ്രേക്ഷകർ ദൃശ്യം 3 തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കഥ ഇപ്പം പറയണം. ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും, പേടിക്കണ്ട. അത് കാണാം. എല്ലാവരും അതിൻ്റെ എല്ലാവരും ഇത് ഈ എക്സൈറ്റ്മെൻ്റ് ആണ് ദൃശ്യത്തിൻ്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറയല്ല എന്ന് പുള്ളി പറഞ്ഞു. പറയാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ആശീർവാദ് സിനിമാസിൻ്റെ ദൃശ്യം 3 എന്ന സിനിമ ഇന്ന് തുടങ്ങുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. മുൻപ് നമ്മളെ ആശീർവാദിനെ, മോഹൻലാൽ സാറിനെ നമ്മളെയൊക്കെ സ്നേഹിച്ച പോലെ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും എല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് പറയുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ട്. അതിനെയും ഈ സമയത്ത് ഓർക്കുന്നു. ദൃശ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയാണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ബാക്കി നിങ്ങൾ അമിത പ്രതീക്ഷകളില്ലാതെ വന്ന് ഈ സിനിമ കാണുക. ഇതിൻ്റെ റിലീസും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ വഴിയെ അറിയിക്കും.